ന്യായ കോടതികളുടെയും കടലാസിൽ എഴുതിയ വാക്കുകളായി ചുരുങ്ങുമ്പോൾ അതിനും പുറത്തൊരു വലിയ സാമൂഹിക നീതി നമ്മളെ കാത്തിരിക്കുന്നു, നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. തൊട്ടടുത്ത മനുഷ്യരെ, ഇപ്രകാരം അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ നമ്മൾ എങ്ങനെയാണ് സ്വന്തം കൈകളിൽ എടുത്തു തന്നെ, ഉള്ളം കൈക്കുള്ളിൽ എടുക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ എങ്ങനെ അവരെ സംരക്ഷിക്കും എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ തന്നെ സ്ത്രീകൾക്കായി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാഹിത്യത്തിൽ മാത്രമല്ല, സാംസ്കാരികമായും രാഷ്ട്രീയമായും നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് പരിഹരിക്കാനാവുമോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിന് കാലം ഒരു തടസ്സമാകരുത്, മാധ്യമങ്ങൾ തടസ്സമാകരുത്. മാധ്യമങ്ങളുടെ വാർത്തയിൽ നിന്ന് എത്ര സത്യം ഞങ്ങളുടെ ഇവിടെയൊക്കെ ആളുകൾ കണ്ടുപിടിച്ചു. മാധ്യമങ്ങളുടെ അവർ പറയുന്നു, രാവിലെ ഒരു അരമണിക്കൂർ കേൾക്കാനുള്ളതേ ഉള്ളൂ മാധ്യമങ്ങളുടെ വാർത്ത. കണ്ടോ, കള്ളം പൊളിഞ്ഞു. എന്താ ഇതിന്റെ ആവർത്തനമാണ് രാത്രി 10-11 വരെ. നമ്മളിപ്പോ അതാ വരുന്നു അടുത്ത ബ്രേക്ക്, ഞാനൊന്ന് ചായ കുടിച്ചിട്ട് വരട്ടെ എന്ന് അവതാരകൻ പറയുമ്പോ നമ്മൾ വീണ്ടും കയ്യിലെ പണിയെല്ലാം നിർത്തി അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത ബ്രേക്ക്. എന്താണ് ഇദ്ദേഹത്തിന്റെ ബ്രേക്ക്? നമ്മളെ വിളിച്ച് അവിടെ കൊണ്ട് ഇരുത്തുക എന്നുള്ളതാണ് ബ്രേക്ക്. വാർത്ത പഴയത് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും സെൻസേഷണലായ ഭാഷയിൽ വളരെ പഴയ ഒരു കാര്യം അവതരിപ്പിക്കും. അതുകൊണ്ട് ഇനി ഇവർ കോടതികളാവുന്നു, മാധ്യമങ്ങൾ കോടതികളാവുന്നു. എല്ലാ കേസുകളുടെയും വിധി അവർ പ്രഖ്യാപിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കേരള പോലീസ് ചെയ്ത ഒരു നല്ല കാര്യം, മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതെ ചില അറസ്റ്റുകളെങ്കിലും അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവർ പഠിച്ചു എന്തായി കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ രീതി എന്നുള്ളത് നമ്മുടെ പോലീസ് സേനയും പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഈ മൂല്യബോധത്തെ കുറിച്ചാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. നിങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കുകയാണ്. സമയത്തിന്റെ ഞാൻ തന്നെ വൈകിയതാണല്ലോ.